പൊന്നിൻ തിരുവോണ നാളിൽ കോട്ടൂരിൻ്റെ തൂലികയിലൂടെ ഒഴുകി വന്ന അല്ലെങ്കിൽ കോട്ടൂരിൻ്റെ തൂലികയിലൂടെ മഹാബലിയുടെ മനോരാജ്യം നമുക്കൊന്ന് കേൾക്കാം. ആരോ ചിലർ പുലമ്പുന്നു വിഷ്ണുവെന്നെ ചതിച്ചതായി, എന്തോ കഥ ഇവർക്കൊന്നും ബോധിച്ചിട്ടില്ല വാസ്തവം. വിഷ്ണുവൃത്രാരിതൻ പക്ഷക്കാരനാണെന്നൊരിക്കലും മന്ദബുദ്ധികളല്ലാതെ പണ്ഡിതന്മാരുരച്ചിടാം. ബന്ധുവാം വാസവന്നേകി ത്രൈലോക്യപതിതൻ പദം, ശത്രുവാകുമെനിക്കേകി തദ്ദാസ്യമഖിലേശ്വരൻ. മണ്ണാങ്കട്ട സുഹൃത്തിനു വീണ്ടെടുത്തു കൊടുത്തവൻ പൊൻകട്ട രിപുവെന്നേകിയൊന്നോർക്കുന്നില്ലൊരുത്തനും. വെറും 3 അടി മണ്ണാണു നാഥൻ യാചിച്ചതെങ്കിലും മുപ്പാർ മുഴുവനും തട്ടിപ്പറിച്ചു കരുണാംബുധി. വെട്ടി വൃക്ഷത്തിലോലൊന്നോരിത്തിക്കണ്ണിയ ശേഷവും മാറ്റി രുക്നന്റെ ദേഹത്തിൽ ദുർമേധസ്സുകളൊക്കെയും. നിസ്ത്രപം ഭഗവാനോടു മുപ്പാരിനാഥനാണു ഞാൻ എന്നു ചൊല്ലാൻ മടിക്കാത്ത മേനിക്കണ്ടപ്പനാണു ഞാൻ. എന്നിട്ടും കരുണാമൂർത്തി എൻ്റെ ധിക്കാരമൊക്കെയും പൊറുത്തനുഗ്രഹിച്ചെന്നെ നിതാന്തം നമ്രനാക്കിനാൻ. തമ്പുരാൻ എൻ്റെ മൂർധാവിൽ ഉണ്ണിക്കാലൂന്നിയില്ലയോ, ആർക്കാണു കിട്ടിയിട്ടുള്ളത് ഇമ്മട്ടിലനുഗ്രഹം. മോക്ഷത്തെക്കാൾ വിരളമാം ഈ അനുഗ്രഹമല്ലയോ നേടാൻ തപസ്സു ചെയ്യുന്നത് ഈശാനൻ മുതലായവർ. കാളിയന്റെ ഫണാഗ്രത്തിൽ ഊന്നാൻ പോകുന്ന കാലടി എന്നഹങ്കാര സർപ്പത്തിൻ മണ്ടയ്ക്കർപ്പിച്ചതില്ലയോ. വേദഭൃംഗം തേടുവതായി ശ്രീദേവി തടവുന്നതായി യോഗിയോർക്കുന്നതാമാല്യമെന്നെ ചോടിച്ചു വാമനൻ. എത്ര പേർക്കീ മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ടു പാരിതിൽ, ബ്രഹ്മാതി നിത്യമുക്തന്മാർ കിട്ടാൻ വെമ്പുകയല്ലയോ. ഇന്ദ്രന്റെ മുടിയിൽ പൊട്ട വെൺകൊറ്റക്കുട ചാർത്തിയോൻ എൻ്റെ മൂർധാവിലർപ്പിച്ചത് ആത്മപാദാബ്ജമല്ലയോ. തുച്ഛരാജകിരീടത്തെ മാറ്റിയിട്ടെൻ്റെ മൗലിയിൽ വെച്ചു നാഥൻ ജഗത്തിൻ്റെ താഴികക്കുടമാംകളിൽ. ശ്ലാഘ്യമാമെൻ്റെ ഭൂദേവഭക്തിയും സത്യനിഷ്ഠയും മുക്തഹസ്തതയും മൂലമായേക്കാമീ അനുഗ്രഹം. മുപ്പാരളെന്നു മേടിച്ചൻ മൗലിയിൽ കടൽ വയ്ക്കയാൽ മുടിച്ചു ഭഗവാനന്റെ മമത്വവും അഹന്തയും. അജ്ഞാനരാഹുമാത്രത്തിൽ നിന്നൻ ജീവാത്മചന്ദ്രനെ മോചിപ്പിച്ചു ജഗന്നാഥനത്യന്തം ശുദ്ധനാക്കിനാൻ. ഇച്ചന്ദ്രമണ്ഡലത്തിങ്കൽ നിന്നിപ്പോൾ ജ്ഞാനകാന്തിയും ഭക്തിപീയൂഷവും മാത്രമാണൊലിക്കുന്നതെപ്പോഴും. പൊൻകിരീടമെടുത്തപ്പോൾ തോന്നുന്നുണ്ടൊരു നിർവൃതി, വൻകുന്നു താഴെ ശീർഷത്തിൽ നിന്നിറക്കിയ മാതിരി. ഇന്നു ഞാൻ സുതലത്തിങ്കൽ വിണ്ണിലേക്കാൾ മഹാസുഖം ഉണ്ണുന്നുണ്ടെങ്കിലും അതിൽ തീരെ നിർവിണ്ണനാണു ഞാൻ. ഭഗവത് ചരണാംഭോജ ഭജനാനന്ദമാധ്വിയെ വെടിഞ്ഞു മറ്റു ഭോഗത്തിൽ ഇല്ലെനിക്കൽപ്പവും രുചി. സ്വാമിതൻ പാദമൂലത്തിൽ മസ്തകം വെച്ച നാരദം കണ്ണീർ വാർക്കുകയാണെൻ്റെ തപസ്സും അപവർഗവും. പൂർണ്ണമായ അഖിലേശന്റെ കാൽക്കലാത്മനിവേദനം ചെയ്ത ഞാനിന്ന് നശിക്കുന്ന ശാന്തിവാചാമഗോചരം. സ്വൈരം വിഷ്ണുപദത്തിങ്കൽ തൽസങ്കൽപ്പസമീരനാൽ നുന്നമായി സ്വല്ലകൂടാതെ ക്രീഡിക്കും തൂലമായി ഞാൻ. തലയ്ക്കുകനമില്ലാതെ കരളിന്നാധിയെന്നിയെ പരമാനന്ദఝരിയിൽ പ്രവഹിക്കുകയാണു ഞാൻ. ഔന്നത്യമെന്നാൽ ഈശന്റെ പാദത്തിൽ തലതാഴ്ത്തരാം,
പാതിത്യമെന്നാൽ ത്രൈലോക്യപതിയായി തലപൊക്കലാം. ഇന്നെന്റെ ഗോപുരദ്വാരം കാത്തു നിൽക്കുന്ന ബാലകൻ, പാരിന്റെ ചെങ്കോൽ തൃക്കയ്യിലേന്തുന്ന പരമേശനാം. ഭക്തന്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്താത്ത കൗതുകം, കാവൽ നിൽക്കുന്നു വാതിൽക്കൽ ഭഗവാൻ ദാസദാസനായി. വാമനൻ ഭക്തപാദത്തിൽ തന്നെയർപ്പിച്ച മാതിരി, ഇന്നെന്റെ ഗോപുരത്തിങ്കൽ വാഴുന്നു ദ്വാരപാലനായി. മേഖലാജനദണ്ഡങ്കൽ ചന്തമോടെന്തി അങ്ങനെ കാണാം വാമനനെ ബ്രഹ്മചാരി വേഷത്തിലെപ്പോഴും. ശ്രീപാദാശ്രിതനാമിന്റെ യോഗക്ഷേമങ്ങളൊക്കെയും ഭക്തദാസൻ ചുമക്കുന്നു കല്ലത്താണി കണക്കിനി. രാവണൻ രാക്ഷസാധീശൻ തന്റെ ദിഗ്ജയയാത്രയിൽ ചാടി വീഴുകയുണ്ടായി പെട്ടെന്നൻ രാജധാനിയിൽ. തന്റെ സമ്മതമില്ലാതെ കോട്ടയ്ക്കുള്ളിൽ കടക്കുവാൻ ശ്രമിച്ച ലങ്കാധിപനെ തടഞ്ഞു ദ്വാരപാലകൻ. തട്ടിക്കേറിയടിക്കാനായി രാവണൻ കൈകളൊങ്ങവേ തന്നേർക്കു ഭഗവാൻ മെല്ലെ തൃക്കാലൊന്നു കുടഞ്ഞുപോയി. ദ്വാരപാലന്റെ കുഞ്ഞിക്കാൽ മെയ്യിൽ മുട്ടേണ്ട താമസം, കോടിയോജന ദൂരത്തിച്ചെന്നു വീണു ദശാനനൻ. ഈ വണ്ണമെന്നിൽ കാരുണ്യം കോരിയാടിയ വാമനൻ, മൂഢരോതുന്ന പോലെന്റെ ശത്രുവാകുന്നതെങ്ങനെ? അതേ മട്ടിൽ മഹാത്മാവാം ശുക്രാചാര്യന്റെ ശാപവും, പിന്നീട് വാമനൻ ചെയ്ത ശിക്ഷ തന്നാന്തി മാത്രമാം. വിപ്രനായി സ്ഥൂലദൃഷ്ടിക്കു തോന്നുന്നോൻ ജഗദീശനാം എന്ന ദേശിക സൂക്തങ്ങൾ ആശീർവാദങ്ങൾ മാത്രമാം. ദാനം വിപ്രനിലാണെങ്കിൽ അന്തവത്തായിടും ഫലം, സർവേശ്വരനിലായാലോ ഫലമക്ഷയ്യമായിടും. ശിഷ്യന്റെ ദാനധർമ്മത്തെ ശുദ്ധവും പരിപൂർണവും ആക്കുവാൻ അർത്ഥിതൻ തത്വമോദിയോനല്ലയോ ഗുരു. ഇതാ നിൽക്കുന്നു ഭഗവാൻ മുമ്പിലെന്നപരോക്ഷമായി, ചൂണ്ടിക്കാട്ടിക്കൊടുക്കുന്ന മഹാത്മാവല്ലയോ ഗുരു. ഏവം ചിന്തിച്ചു നോക്കുമ്പോൾ എന്നിൽ വാമനമൂർത്തിയും ശുക്രാചാര്യരും ആശിസ്സേ വർഷിച്ചിട്ടുള്ളു നിശ്ചയം. ധന്യമാമെന്റെ ഇന്നത്തെ ജീവവൃത്താത്തെയല്ലയോ പണ്ടത്തെ ജീവിതത്തെക്കാൾ കൊണ്ടാടേണ്ടതു കൂടുതൽ. ആദർശത്തിനു കൊള്ളില്ല പണ്ടത്തെ ഭോഗിയാം ബലി, നിങ്ങൾക്ക് ഈ ത്യാഗിയായി തീർന്ന ബലിയാവട്ടെ മാതൃക. സത്യയുണ്ടു മുഴിഞ്ഞാലിലാടിയും വില്ലുകൊട്ടിയും, ഓണം കൊണ്ടാടിയാൽ പോരാ ചെയ്യുവിൻ സകലർപ്പണം. ചെങ്കോലും ശീർഷവും രണ്ടും ഈശ്വരന്റെ പദങ്ങളിൽ അർപ്പിച്ചു മന്ത്രിപീഠത്തിൽ കേറി രാജ്യം ഭരിക്കുവിൻ. നാട്ടുകാർ ഈശ്വരാംശങ്ങൾ തങ്ങൾ തൽപാദസേവകർ എന്നോർത്തു മന്ത്രിമാർ നാടുവാണേലേ മംഗളം വരൂ. കൗവീനകം കുടുംബമൗഞ്ചി പരാശദണ്ഡം, കൃഷ്ണാജിനം സ്ഫടികമാല വിഭൂതിലേപം, യജ്ഞോപവീതം ഇവ പൂണ്ട ബൃഹത്പ്രതന്റെ വേഷത്തിൽ വാണരുളും അച്യുതനെ തൊഴുന്നേൻ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം. ഗുരുവായൂരപ്പ, അവിടുത്തെ ഭാമരൂപിയായിട്ടുള്ള ഭക്തന്മാരോടുള്ള ഈ പ്രതിജ്ഞ എന്നും ഹൃദയത്തിൽ കേൾക്കുമാറാവണേ. എന്നും ഹൃദയത്തിൽ അവിടുത്തെ ഈ പ്രതിജ്ഞ കേട്ട് അവിടുത്തെ തൃപ്പാദത്തിൽ ഭക്തി